ഈ പ്രയോജന ഭാഗമാക്കാകുവാനും പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുവാനും വിവിധ വിഷയങ്ങളെ അന്ന് മുതൽ എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. നിങ്ങളുടെ കൂടെയുള്ള പ്രാർത്ഥനാ ജീവിതം അവിടെ നാട്ടിൽ ചെന്നാൽ അത് ഉണ്ട് എന്നുള്ളതായ ഒരു ഉറപ്പ് എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വേദവാക്യം വായിച്ച് അല്പം 30 മിനിറ്റ് കൊണ്ട് ചെറിയ ആലോചന പറഞ്ഞിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം എടുക്കാം. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. ഞാൻ തന്നെ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഔട്ട്റീച്ച് പ്രവർത്തനത്തിലെ എല്ലാ മെമ്പേഴ്സിനെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിനു മുമ്പിൽ പ്രവർത്തിക്കുന്ന കർത്തദാസന്മാരുടെ ദർശനത്തിനായി സ്തോത്രം. ഇന്ന് രാത്രി വായിച്ച വചനത്തിൽ കൂടി അല്പ മിനിറ്റുകൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് ഒരു അനുഗ്രഹമാകേണ്ടതിന് സ്തോത്രം ചെയ്യുന്നു. അതിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ഈ രാജ്യത്തിന്മേൽ ദൈവമക്കൾക്ക് വിരോധമായി ഉയർത്തുന്ന സകല പോരുകളെ ശാസിച്ച് ജയം നൽകി തുടർന്നും കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനമാണ് നാം വായിച്ചത്. കൊലോസ്യ ലേഖനം, കൊലോസ്യ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തിരുത്തലാണ്. തിരുത്തൽ എന്നാണ് കൊലോസ്യ എന്ന വാക്കിന്റെ അർത്ഥം. കൊലോസ്യ സഭ എപ്പഫ്രാസിന്റെ പ്രവർത്തനത്തിൽ ആരംഭിച്ചൊരു സഭയാണ്. ഹല്ലേലൂയ. പൗലൂസ് ആ സഭയിൽ പോയിട്ടില്ല. എന്നാൽ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പൗലൂസ് ഈ സഭയ്ക്കെതിരെ എഴുന്നേറ്റ ദുരുദ്ദേശങ്ങളും വിവിധമാകുന്ന ആചാരങ്ങളും വിവിധമാകുന്ന ദൈവത്തിന് വചനവിരുദ്ധമായ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് ഹല്ലേലൂയ വിവരം ചെന്ന് പൗലൂസിനോട് അറിയിക്കുകയും പൗലൂസ് ലേഖനം എഴുതി തിഹിക്കോസിന്റെ കൈവശം കൊടുത്തുവിട്ട് സഭയിലും മറ്റുള്ള സഭയിലും വായിച്ച് വിശ്വാസത്തെയും സഭയിൽ കടന്നു വരുന്ന ദുരുപദേശവും ആത്മവളർച്ചയെ തടയുന്ന ഓരോ അവസ്ഥയുടെ നടുവിലും മുന്നേറണമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് കൊലോസ്യ ലേഖനത്തിലെ ഹല്ലേലൂയ ഓരോ 4 അധ്യായങ്ങളിലും അടങ്ങിയിരിക്കുന്ന പ്രത്യേകമായ കാര്യം. എന്നാൽ 3-ാം അധ്യായത്തിൽ വളരെ കർശനമായ രീതിയിലുള്ള വേർപാടിന്റെ കാര്യാദികളുടെ നടപടികൾ പൗലൂസ് അവിടെ വെളിപ്പെടുത്തുകയാണ്. അതിനോടുള്ള ബന്ധത്തിലുള്ള 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത്. വളരെ വളരെ പെർഫെക്റ്റ് ആയ ഒരു കാര്യങ്ങളാണ്. നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കർത്താവിന്റെ കേട്ടാൽ ഒരുക്കമുള്ളവരാണ്. എന്നാൽ നമ്മുടെ ഏത് വിരുന്നിനെയും തെറ്റിക്കുന്ന ശക്തികൾ നമ്മുടെ മുമ്പിലും പിമ്പിലും ഉണ്ട്. അതുകൊണ്ട് ദൈവവചനപ്രകാരം നാം എഴുന്നേറ്റാൽ കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. ഈ തിരുവചനത്തിലെ അടിസ്ഥാനപരമായ കാര്യാദികളെ നാം പഠിക്കുമ്പോൾ ഒന്ന്, കർത്താവിനോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെ മുന്നേറണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ. അവിടെ ഈ വചനം വായിച്ചപ്പോൾ 3-1 മുതൽ 4 വരെയുള്ള വാക്യമാണ്. 4 വാക്യത്തിലും വളരെ ആഴമേറിയ വചന പഠന ഭാഗങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ആ റൂട്ടിൽ കൂടിയല്ല ഞാൻ പോകുന്നത്. എന്നാൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. 1, അന്വേഷിക്കുക. 2, നാം ചിന്തിക്കുക. 3, നാം ദർശിക്കുക. ഹല്ലേലൂയ. നമ്മൾ ആരെ വിശ്വാസത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടണം. മടുത്തുപോകാതെ പ്രാർത്ഥനാ ജീവിതമാണ്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഈ പ്രാർത്ഥന ഒരു വലിയ കോട്ടയാണ്. സഭയ്ക്കൊരു അനുഗ്രഹമാണ്. എനിക്ക് വളരെ അനുഗ്രഹമായി. ഞാൻ ഇവിടെ വന്നപ്പോൾ വളരെ ഭാരപ്പെട്ടു. കർത്താവേ, ഞാൻ നാട്ടിലാകുമ്പോൾ ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ഉപവാസവും പ്രാർത്ഥനയും പരസ്യവും പിന്നെ പല സ്ഥലങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മനുഷ്യർ തള്ളിയതും ഡോക്ടർമാർ ഉപേക്ഷിച്ച വിഷയം എനിക്ക് കിട്ടുന്നത് ഒന്നും എല്ലാം വഴി അടയപ്പെട്ട കുടുംബങ്ങൾ എനിക്ക് തരുന്നത്. കാരണം ഓരോരുത്തർക്ക് അങ്ങനത്തെ ശുശ്രൂഷയാണ് തന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാ പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയ ഒരു കാര്യമാണ്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുക. സ്നാനപ്പെട്ട് മരിച്ച
അടക്കപ്പെടുക, കുഴിച്ചിടുക, വെള്ളത്തിൽ കുഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഹല്ലേലൂയ സ്നാപകൻ പറയും, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം ദൈവം നിനക്ക് തരും. അന്ന് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ ആ പൊൻകിരീടം 24 മൂപ്പന്മാരും ധരിച്ചിട്ട് ആ പൊൻകിരീടം സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവായ യേശുവിന്റെ മുമ്പിൽ അവരെല്ലാം ഇട്ടിട്ട് സകലമാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും പറഞ്ഞ് ഹല്ലേലൂയ സകലത്തിനും യോഗ്യനായ മഹത്വം കൊടുക്കുമ്പോൾ അവിടെ വലിയ മിന്നലും വെളിച്ചവും വീശുകയാണ്. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിലുള്ള ചിന്തിക്കുന്ന വ്യക്തി ഈ ജീവിതത്തിൽ ജോലിയായിരുന്നാലും, ബിസിനസ് ആയിരുന്നാലും, കുടുംബജീവിതമായിരുന്നാലും, സഭാ ശുശ്രൂഷയായിരുന്നാലും ആ ദൈവമായിട്ടുള്ള ബന്ധത്തെ 100% കുറഞ്ഞത് കർത്താവ് പറഞ്ഞു 60, 100, 60, 30. നമുക്ക് 30 മേനിയേ ഉള്ളൂ. 60 ഇസ്രയേലിയർക്കാ, 100 മേനി 1000 ആണ്ട് വാഴ്ചയില്ല. ഇസ്ഹാക്ക് ഒരു കൃഷി നടത്തിയപ്പോൾ ഹല്ലേലൂയ പെരസ്യര് വന്ന് ഹല്ലേലൂയ മണ്ണിട്ട് മൂടി അബ്രഹാം കുഴിച്ച കിണറ്. എന്നാൽ അബ്രഹാം ഇസ്ഹാക്കിന്റെ കാലത്ത് വന്നപ്പോൾ ഇസ്ഹാക്ക് അത് കുഴിക്കാൻ തുടങ്ങി, ചണ്ടയിട്ടു, ഇത് ഞങ്ങളുടെ അവകാശം, ഒന്നും മിണ്ടിയില്ല. പക്ഷേ ദൈവത്തിന്റെ ആ വാക്കിന് മുന്നോട്ട് ചെന്നപ്പോൾ ഒരു കിണർ കുഴിച്ചപ്പോൾ അവിടെ ഉറവയുണ്ടായി. അവിടെ കൃഷി നടത്തിയപ്പോൾ 100 മേനി വിളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ കറന്നാൽ 60 ലിറ്റർ ഹല്ലേലൂയ ഓരോ കൃഷി ചെയ്താൽ അനുഗ്രഹത്തിന്റെ ഫലങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആത്മാവിന്റെ ഫലങ്ങളാണ്. ആ ഫലമായിരിക്കുന്ന നാം ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്. ഒന്ന്, പൗലോസ് ആ കാരാഗൃഹത്തിൽ കടന്ന് പ്രാർത്ഥിച്ച് കാരാഗൃഹത്തിന്റെ അടിത്തറ ഇളക്കി, കാരാഗൃഹത്തിന്റെ വാതിൽ വരെ തുറന്ന്, ചങ്ങല വരെ പൊട്ടിച്ച്, കാലാമത്തിലിട്ട് പൊട്ടിയ പൂട്ട് വരെ അഴിച്ച വ്യക്തി ചില വർഷങ്ങൾ മുന്നോട്ട് ചെന്നപ്പോൾ കാരാഗൃഹത്തിൽ കടന്ന് ലേഖനം എഴുതി. ഞാൻ ഓർക്ക് ചിന്തിക്കുകയാണ്, പൗലോസിന് കൊടുത്ത വലിയ ഭാഗ്യം. കാരാഗൃഹം പൊളിച്ചവൻ, അടിത്തറ ഇളക്കിയവൻ, ചങ്ങല അഴിച്ചവൻ ഇപ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുക. കാരണം ഒരു ഏകാന്തതയാ, ഒരു ഏകാഗ്രതയാ, ഉയരത്തിലുള്ള ചിന്തിക്കുക. കാരണം സഭയുടെ നിലനിൽപ്പിനും ആത്മീയ വളർച്ചയ്ക്കും വളർന്നു വരുന്ന തലമുറയ്ക്കും ഉത്തേജമാകുന്ന അടിസ്ഥാനപരമായ അവകാശമാണ് വചനത്തിന്റെ ശക്തി. അത് പൗലോസ് കർശനമായി പറയുകയാണ്. അത് ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ സ്വർഗ ദർശനത്തോട് ഞാൻ എന്ത് ചെയ്യാ, അനുസരണക്കേട് കാണിക്കത്തില്ല. അനന്യാസ് എന്ന പുരോഹിതം പറഞ്ഞു പൗലോസിനോട്ട് അടി കൊടുക്കാൻ പറഞ്ഞു. പൗലോസ് പറഞ്ഞു ദൈവം നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു. വെള്ളം തേച്ച ചുവരുകളെ. ആ പൗലോസിന്റെ പവർ നോക്കണം. അപ്പോൾ നാം പ്രാപിച്ച ഉയരത്തിലുള്ള ചിന്തിച്ച വ്യക്തി അതിൽ കൂടി വ്യാപരിച്ചാൽ, ഞാൻ പറഞ്ഞതിന്റെ കാരണം ഒരു കാലങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ കൈവെക്കണ്ട, രോഗി സൗഖ്യമാകും. അകലെ വീടിന്റെ അടുത്തിന്ന് ഒരു 100 മീറ്റർ നിൽക്കുമ്പോൾ തന്നെ ഭൂതമിളകും, അടുക്കലുമ്പോൾ ശാസിക്കണ്ട, തന്നെ ഇറങ്ങിപ്പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം അത്ര പവറാ നമ്മുടെ ശരീരത്തെ, നമ്മളെ പ്രകാശിക്കുന്ന ഒരു ബൾബാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വായിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുക, അന്വേഷിക്കുക, ദർശിക്കുക. എന്താ അന്വേഷിക്കേണ്ടത്? ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഹല്ലേലൂയ, അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ, നീ മത്തായിയുടെ അടുക്കൽ ചെന്നിട്ട് യേശുക്രിസ്തു പറയുക, യേശുക്രിസ്തു ഒന്ന് നോക്കിയതേ ഉള്ളൂ. ചുങ്കക്കാരൻ മത്തായി, അവനൊരു യഹൂദനാ, പക്ഷെ അവൻ റോമൻ ഹല്ലേലൂയ ഭരണകൂടത്തിന് ഹല്ലേലൂയ നികുതി പിരിക്കുന്ന ജോലിക്കാരനായി. പക്ഷെ മത്തായിയിൽ കൂടി കർത്താവ് കണ്ടപ്പോൾ യേശു ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഹല്ലേലൂയ, ആ മേശയിട്ട് പിരിച്ച കാശ് ഇട്ട് കണക്കുബുക്കും വെച്ചേച്ച് യേശുവിന്റെ പിന്നാലെ മത്തായി അങ്ങ് പോവുക. ആരും ഒന്ന് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ ആ നോട്ടത്തിന്റെ പവർ. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം ഇവിടെ നാം ഒന്ന് ചിന്തിക്കണം, നാം ഒന്ന് അന്വേഷിക്കണം. ഈ പ്രാപിച്ച പരിശുദ്ധാത്മാവ് സുവിശേഷം അറിയിക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സഹോദരന്മാര് സുവിശേഷം വരെ ചെയ്യുന്നു, പരസ്യവും നടത്തുന്നു. പരസ്യവും നടത്തിയച്ച് ആ ദേശത്തിന് വേണ്ടി നാം മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, നാം കണ്ട സ്ഥലത്തെ അവകാശം പറയുമ്പോൾ പരിശുദ്ധാത്മ ഇന്നല്ലെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കാമോ, 25-ൽ നിങ്ങൾ പോയ സ്ഥലങ്ങളിൽ ചില വിടുതൽ ദൈവം നടത്തുമെന്ന്, ചിലരെ ഇതിനകത്താക്കുമെന്ന്, ചിലരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുമെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്തും. ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശീകരണമൊക്കെ അറിഞ്ഞും പോയ 2 പേരുണ്ട്. പോയ വഴിക്ക് സംസാരിക്കുകയാണ്, ക്രൂശീകരണം, ഉയർത്തുന്ന ഇതെല്ലാം പറഞ്ഞോണ്ട് പോകുമ്പോൾ കൂടെ നടക്കുക. ആരാ? യേശു. അവരറിയുന്നില്ല. കുറെ അങ്ങ് ചെന്നപ്പോൾ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾ ആരെ കുറിച്ചാ പറയുന്നത്? ഇന്നയാളെ കുറിച്ചാ പറയുന്നത്. മുന്നോട്ട് ചെന്നപ്പോൾ അവർക്ക് നേരെ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് അപ്പനുറുക്കി കൊടുത്തപ്പോൾ കയ്യിലെ പാടും കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. കണ്ടോ,
കേട്ട കാര്യങ്ങൾ അവർ ചിന്തിച്ചും അന്വേഷിച്ചും നടന്ന കാര്യങ്ങളെ കുറിച്ച് ദർശിച്ചും അവർ പറഞ്ഞപ്പോൾ അവിടെ ഹൃദയത്തെ കണ്ട് യെരുശലേമിൽ എമ്മൂസിലേക്ക് പോയ രണ്ടുപേരെ ദൈവം പോട്ടെന്ന് വെച്ചില്ല. അവരോട് ചേർന്ന് നടന്ന് അവർ സംസാരിച്ചത് കേട്ടിട്ട് ആരാന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് ചേർന്ന് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ആ ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ, യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നീ അന്വേഷിച്ചാൽ, ചിന്തിച്ചാൽ, ദർശിച്ചാൽ അത് വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാണ്. ആ ശക്തനായ കർത്താവിന്റെ കരം അവിടെ 3-ാം അധ്യായം 1 മുതൽ 9 വരെ വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നാം മുമ്പേ അവന്റെ രാജ്യവും നീതിയും എന്ത് ചെയ്യണം? അന്വേഷിക്കണം. അതോടുകൂടെ സകലതും നൽകിത്തരും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം വിട്ടു. ഞാൻ 2 സഭ എന്ന് പറഞ്ഞ് 2 പള്ളി വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടയാളാ. പല വീടുകളിൽ പാർത്തതാണ്. പലരും എന്നെ നിന്ദിച്ചു, പരിഹസിച്ചു. എന്നാൽ ദൈവത്തിന് സമയപ്പോൾ തള്ളിയവരുടെ നടുവിൽ, ഇറക്കി വിട്ട വീട്ടുകാരുടെ നടുവിൽ ദൈവം എനിക്ക് വീട് തന്നെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കാരണം നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്താൻ പോകുക, പരിഹസിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കാൻ പോകുക. നിന്നെ കൊണ്ടൊന്നും ഇനി വിധി എഴുതി, നിന്നെ കൊണ്ട് നീ നടക്കത്തില്ലെന്നു, നീ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെ കിടക്കുമെന്ന് നിന്നെ വിധി എഴുതുന്ന നടുവിൽ നീ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന നീറിപ്പോകുന്ന ഹൃദയമുണ്ട്. ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്നുവെങ്കിലും പല വിഷയങ്ങളുടെ മടിയിൽ ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബപരമായി ഭാരപ്പെടുന്നവരുണ്ട്, നാട്ടിലെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ ഭാരപ്പെടുന്നവരുണ്ട്, മുമ്പോട്ടുള്ള വഴികൾ എന്തായിത്തീരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഞാൻ പറയുന്നു, ഒന്ന്, നിന്നെ ക്രിസ്തുവിനോട് വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതൊന്ന് നീ അന്വേഷിച്ചാൽ ചിലത് നിന്നെ കൊണ്ട് ദൈവം ചിന്തിപ്പിക്കാൻ പോകുക, ചിലത് ദർശിപ്പിക്കാൻ പോകുക. അവിടെ പരിശുദ്ധാത്മ പറയുന്ന കാര്യത്തിൽ കൂടി അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്, പ്രവൃത്തിയാലുള്ള ബന്ധത്താൽ. എന്താണ് പ്രവൃത്തി? വാക്കിനാലോ ക്രിയനാലോ എന്ത് ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്പൊ കാണുന്നുണ്ട്. അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം ഞാൻ വായിക്കുന്നു. വാക്കിനാലോ ക്രിയയിലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിക്കണം. അപ്പോൾ അവിടെ ദൈവവചനം പറയുന്നു, പരിശുദ്ധാത്മ പറയുകയാണ് വാക്കിനാൽ. അപ്പോൾ ഇവിടെ 3-ാമത്തെ താഴോട്ട് വായിക്കുമ്പോൾ സ്വഭാവത്തെ എഴുതിയിട്ടുണ്ട്, ഉരിഞ്ഞു കളയേണ്ട എഴുതിയിട്ടുണ്ട്, സ്വഭാവം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ജീവിതത്തിൽ കിടക്കുമ്പോൾ ചിന്ത പിശാച് മാറ്റും, ദർശനം പിശാച് മാറ്റും. അന്വേഷിക്കാതിരിപ്പാൻ റൂട്ട് മാറ്റിവിടും. ഇന്ന് രാത്രി ചില കെട്ടുകൾ പൊട്ടട്ടെ. നിന്റെ റൂട്ട് മാറ്റിവിടുന്ന, മനസ്സ് മാറ്റിവിടുന്ന, വ്യതിചലിക്കുന്ന ചില ഭാഗ്യമാകുന്ന ശക്തികൾ ദൈവം ഒരുക്കിയ ദർശനത്തിനൊത്തവണ്ണം നിന്നെ വേർതിരിച്ചെടുക്കുവാൻ കഴിയാതവണ്ണം നിന്നോട് വ്യാപരിക്കുന്ന, നിന്റെ കുടുംബത്തോടും നിന്റെ കുടുംബജീവിതത്തോടും വ്യാപരിക്കുന്ന ചില പ്രതിബന്ധനങ്ങൾ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുക. ചില മണ്ഡലങ്ങളിൽ ദൈവം വിടുതൽ അയച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ അവിടെ പ്രവൃത്തിയാലുള്ള ബന്ധത്തിൽ അവിടെ 17-ാം വാക്യം പറയുകയാണ്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും യേശുവിന്റെ നാമത്തിൽ ചെയ്യണം. അതവിടെ പറഞ്ഞത് സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിനും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്താൽ അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിൽ വരുമ്പോൾ പൗലോസിനെ എത്ര കോടതികൾ വിസ്തരിച്ച വിസ്താരത്തിന്റെ നടുവിൽ രാജശ്രീ ഫെലിക്സും അതുപോലെ തന്നെ അഗ്രിപ്പ രാജാവും ഒക്കെ കൂടിക്കൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞ് അവനെ കൈസരിയിലേക്ക് പറഞ്ഞു വിടുകയാ. കണ്ടോ, കൊല്ലുവാൻ പദ്ധതിയിട്ടു, തകർക്കുവാൻ പദ്ധതിയിട്ടു. ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിച്ചും ചിന്തിച്ചും ദർശിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വിഷയമുണ്ടായാൽ എല്ലാവരും പ്രതികൂലമായിരുന്നാലും അവരുടെ നടുവിൽ നിനക്ക് വേണ്ടി ഒരുവനെ എഴുന്നേൽക്കുകയും നേരോടെ ആ ദൈവം പ്രവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ പൗലോസിനെയാണ് 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 276 പേരോട് കൂടെ യാത്ര ചെയ്തു. ആ യാത്രയിലും തകർക്കുവാൻ പൗലോസിന്റെ വിശ്വാസത്തോട് പോരാടി. പക്ഷെ അതിനകത്ത് പൗലോസ് ഉറച്ചു നിന്നത് കൊണ്ടാണ് 276 പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പൗലോസ്
പറഞ്ഞു, കപ്പലിൽ അല്ലാതെ ഒരു മനുഷ്യനും ഒരു ഹാനിയും വരികയില്ല ദർശനത്തോടെ. അതുകൊണ്ടാണ് അനന്യാസ് പുരോഹിതന്റെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ഞാൻ സ്വർഗീയ ദർശനത്തോടെ അനുസരണക്കേട് കാണിക്കയില്ല. അപ്പോൾ അന്വേഷിക്കുക, ചിന്തിക്കുക, ദർശിക്കുക. കൊലോസ്യ സഭ ഉപദേശപരമായ രീതിയിൽ തകർത്ത് കളയാൻ പദ്ധതിയിടുന്നുണ്ട്. കാരണം അതിന്റെ 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിന്മേൽ താഴെ വെച്ച് ഇവയുടെ മേൽ ക്രൂശിൽ ജയസമാധി കൊണ്ടാടിയ ഒരു ജയവീരനായ ക്രിസ്തുവിനെ അവിടെ പൗലോസ് വെളിപ്പെടുത്തിയിട്ട് പറയുകയുണ്ട്. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, വാവെ, പെരുന്നാൾ, ശബത്ത്, ഭക്ഷണ പദാർത്ഥങ്ങൾ, ഈ വക കാര്യത്തിൽ ആരും നിങ്ങളെ എന്ത് ചെയ്യരുത്, വിധിക്കരുത്. ഇന്നത്തെ ലോക ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുമസ് വരുമ്പോൾ ക്രിസ്തുമസിന് കൂടും, അപ്പം ഉണ്ടാക്കും, ഇറച്ചി ഉണ്ടാക്കും, കേക്ക് മേടിക്കും, കേക്ക് മേടിച്ച് തിന്നും, ഭക്ഷണ പദാർത്ഥമാ. അന്ന് അത് നമുക്ക് പറ്റത്തില്ല. ഉപദേശം പറയുമ്പോൾ പറ്റത്തില്ല. കാരണം അന്ന് തലേദിവസം മേലെ, പിറ്റേ ദിവസം മേലെ, അന്ന് തന്നെ എടുക്കുന്നത്. അന്ന് ഇവരുടെ വാഴ്ചയാ. ആ അധികാരത്തിൽ നാം പിന്തിരിയണം. അതാണ് വാക്കിനാലോ ക്രിയയാലോ മനുഷ്യമാകുന്ന രീതിയിൽ അകപ്പെടരുത്. ഓണം വരുന്നു, ഓണം വരുമ്പോൾ സെറ്റ് മുണ്ടെടുക്കുന്നു, സെറ്റ് ഉടുപ്പിടുന്നു, സെറ്റ് സാരി ഉടുക്കുന്നു, സെറ്റ് ബ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ക്രിസ്തുവിനെ ധരിച്ചിട്ട് എന്ത് പ്രയോജനം? ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്ന് അന്വേഷിക്കുക, ചിന്തിക്കുക, ദർശിക്കുക. ഞാനും നിങ്ങളും ആരെന്നുള്ള ബോധ്യം ക്രിസ്തുവിൽ വളരുവാൻ ഒരുക്കിയാൽ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുക. എല്ലാവരും കൂടി വിധിച്ചപ്പോൾ അതിന്റെ മുമ്പിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ജയിച്ച് എഴുന്നേറ്റ പൗലോസിന് വേണ്ടി രാജശ്രീ ഫെലിക്സും അഗ്രിപ്പാ രാജാവ്, ഈ മനുഷ്യൻ ഒരു കുറ്റവും കാണുന്നില്ല, ഈ മനുഷ്യൻ ഒരു മരണത്തിന് യോഗ്യമായ ഒന്നും കാണുന്നില്ലെന്ന് വിധി എഴുതിയത് ദർശനത്തെയും അന്വേഷണത്തെയും ചിന്തിച്ച് ക്രിസ്തുവിലുള്ള പൂർണ്ണത വെളിപ്പെടുത്തിയതാ. ഞാൻ പൗലോസിന്റെ ഒത്തിരി ചരിത്രം പറയേണ്ട സമയത്തിന്റെ കുറവുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി അവിടെ പറയുന്നു, വാവ് നമ്മുടെ നാട്ടിലൊക്കെ അറിയാമല്ലോ, കാര്യമായിലൊക്കെ എന്ത് വാവ് ബലികൾ, അതിന് ഗൗരവം എന്ത്, അതൊക്കെ മരിച്ചുപോയ പിതാക്കന്മാരുടെ അവകാശ ശക്തികളാ. ഇതിന് നമ്മൾ നാട്ടിൽ ചെന്ന് കോട്ടയത്തെ ഞാൻ ദുബൈയിൽ ചെന്നപ്പോൾ അവിടെ ഒരാൾ സ്ഥാനപ്പെട്ട് സഭയിൽ നല്ല ആക്റ്റീവാ. ഞാൻ കോട്ടയത്ത് വന്ന് ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക, സൈഡിൽ ഇരിക്കുമ്പോൾ റാസായുടെ കൂടെ ബുദ്ധിക്കൂടം പിടിച്ചുകൊണ്ട് നടക്കുക. എടാ, ഇത് നിൽക്കുന്ന വിളിപ്പല്ലേ എന്ന് ഞാൻ ചോദിച്ചു. കർത്താവെ, ഇത് എന്ത് കളിയാന്ന് ഞാൻ ഓർത്തു. കർത്താവെ, അവിടെ നല്ല ആരാധന നടത്തിയേ. ഇവിടെ വന്നപ്പോൾ ഞാൻ വീട്ടില്, ഞാൻ ആ ബസ്സിൽ ഇറങ്ങി ടിക്കറ്റ് എടുത്തതാ. എനിക്കങ്ങ് ആത്മാവിന് ചൂട് പിടിച്ചു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ റാസ തീരുന്നതിന്റെ അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ പുറകിൽ ചെന്ന് തോണ്ടി, ഫിലിപ്പല്ലേന്ന് ചോദിച്ചു. നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ വേറൊരാളുടെ മുത്തിക്കൂടെ കൊടുത്തു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ശിക്ഷ മേടിച്ചു കിട്ടരുതേ. സ്വത്രം അന്ന് നിന്നതാ. ഇപ്പൊ പുള്ളി ഒറ്റ വർഷം കൊണ്ട് ക്ഷേണായി. കാരണം വീട്ടുകാരെന്നെ ഓർക്കുമെന്ന് ഓർത്ത് ഞാൻ പോയതാണ്. കുടുംബക്കാരോട് സമാധാനം പറയും. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തി, മുഖം നോക്കിയാൽ, മനുഷ്യനെ നോക്കിയാൽ, കുടുംബത്തെ നോക്കിയാൽ, ഇവിടെ വന്നേച്ച് ദൈവത്തെ ആരാധിച്ച് നാട്ടിൽ ചെന്നേച്ച് അത് ഇതൊക്കെ ചെയ്താൽ ദൈവത്തിന്, നീ ക്രിസ്തുവിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലൂടെ ചിന്തിച്ച് നീ നാട്ടിൽ ചെന്നെന്നും കാണിക്കാൻ ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവോട് നീ ഭാഗ്യം കാണി. കർത്താവ് പറയുന്നുണ്ട്, എന്നെ എന്തും പറഞ്ഞു, സഭയെ എന്തും പറഞ്ഞു, പക്ഷെ പരിശുദ്ധാത്മാവോട് യാവനം കാണിച്ചാൽ ദൈവത്തിന്റെ കരം അടങ്ങിയിരിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ സംഭരിക്കണം. അതുകൊണ്ട് പൗലോസ് ആ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുന്നത്, വാവേ, പെരുന്നാള്, ശബത്തൊക്കെ അറിയാമല്ലോ, പെരുന്നാള്, ഓണം വരുന്നു, സെറ്റ് മുണ്ട് കൊടുക്കരുത്, രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വേഷം ധരിക്കരുത്, ദൈവത്തിന്റെ വചനപ്രകാരമായിരിക്കണം. ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നത് ആരെ? അപ്പോൾ വചനം അയച്ചു വിടുവിക്കുന്ന കർത്താവ്. ഞാൻ ഭയങ്കര ഡാൻസ് വരെ ചെയ്തയാളാ, എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ വേർപാട്, അന്ന് തുടങ്ങിയ വേർപാട് ഇന്നും വേർപാടില്ല. എന്നെ വന്നാലും ഭക്ഷണം പോലും ഓരോ കാര്യത്തിനും കൃത്യനിഷ്ഠതയാ. അതുകൊണ്ടാ പിടിച്ചു നിൽക്കുന്നത്. കൃപ കൊണ്ടാ. ആവശ്യമില്ലാത്തതിനൊന്നും ചേരത്തില്ല. നാട്ടിലറിയാം. സ്വോത്രം. അതുകൊണ്ട് വളരെ വെല്ലുവിളി അതിന്റെ അനുസരിച്ച് എനിക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തിപരമായ ജീവിത പ്രവൃത്തിയുടെ ബന്ധത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി നൽകിയ ദൈവവചനം വളരെ, വാവേ, പെരുന്നാള്, ശബത്ത്, 2-ാം അധ്യായം 16-ാം വാക്യം 10 മുതൽ വായിക്കുമ്പോൾ 9-ാം വാക്യം താക്കോൽ വാക്യമാണ്. കൊലോസ്യ ലേഖനത്തിന്റെ താക്കോൽ വാക്യം 2:9. 1-ാം മുതൽ വായിക്കുമ്പോൾ പല കാര്യങ്ങൾ ഇതിനകത്തെല്ലാം പഠിപ്പിക്കുവാനുണ്ട്. എഫെസോസ് സഭയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള കൊലോസ്യ സഭ
ആദ്യം നടന്നത് ഫിലോമോന്റെ വീട്ടില. ഫിലോമോന്റെ ലേഖനം പൗലോസ് എഴുതിയിട്ടുണ്ട്. ഫിലോമോന്റെ ലേഖനം വായിക്കുമ്പോൾ അറിയാം, ഫിലോമോന്റെ വീട്ടിൽ ഒരു വേലക്കാരനല്ല, അടിമയായിട്ട് പിടിച്ചതാ. എന്ന് പറഞ്ഞാൽ ആയുസ്സുള്ള കാലത്തോളം എനിക്ക് ഇവന് അടിമയാ, എന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി എടുക്കുവാൻ അവകാശത്തോടെ വിലയ്ക്ക് ചന്തയെന്ന് അടിമപ്പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വ്യക്തിയാണ് ഒനോസിമോസ്. ഒനോസിമോസ് ഹല്ലേലൂയ അവന്റെ വീട്ടിലെ അടിമയാ. അവിടെ ആരാധനയുണ്ട്. വലിയൊരു ധനവാന്റെ വീടാ ഇതാണ് ഫിലോമോന്റെ വീട്. ഫിലോമോന്റെ ഭാര്യയുടെ പേര് അപ്പിയ, അവന്റെ മകന്റെ പേര് അർപ്പിയോസ്. ഇവരെല്ലാം വലിയൊരു കൂട്ടായ്മ. ഈ സഭയ്ക്ക് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചുവടാണ് വീട്. ഈ വീട്ടിൽ നിന്ന വേലക്കാരൻ പണമോ മറ്റെന്തോ മോഷ്ടിച്ച മോഷ്ടാവെ അവിടുന്ന് ഇറങ്ങി ഓടിപ്പോയി റൂമിലെത്തിയപ്പോൾ അവനെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയപ്പോൾ അവിടെ പൗലൂസ് ഉണ്ട്. പൗലൂസിനോട് കൂടെ ഇരുന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ പൗലൂസ് രക്ഷിക്കപ്പെടുത്തി വിശ്വാസത്തിൽ കൊണ്ടുവന്ന വീട്ടിലെ ജോലിക്കാരനവൻ അടിമയാ മനസ്സിലായപ്പോൾ അവനോട് പറഞ്ഞു ഉപദേശം കൊടുത്ത് ആ ജയിലിൽ അവൻ കടന്ന് മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. യേശു പൗലൂസിന്റെ കൂടെ ശുശ്രൂഷകനായി. എന്നിട്ട് ആ തിക്കുസിന്റെ വഴി കത്തെഴുതി കൊടുത്തുക, ഇവനെ കൂട്ടി ആലേലിയ പറഞ്ഞു വിടുക. ആരെടുക്കെ? ഫിലോമോന്റെ അടുത്ത്. ഇവൻ നേരത്തെ നിനക്ക് കൊള്ളരുതാത്തവനാ, ഇപ്പം എനിക്കും നിനക്കും പ്രയോജനമാണ്, ഇനി നിന്നെ തണുപ്പിക്കുന്നതാ. കണ്ടോ, വീട്ടിൽ മോഷ്ടാവ് നടത്തിയവൻ അടിമപ്പണം കൊടുത്ത് ജീവിതകാലം മുഴുവൻ അടിമ അവകാശത്തെ തള്ളിക്കളയാൻ ഒക്കത്തില്ല. അടിമയായിട്ട് മേടിച്ചവൻ ആ വീടിന് അവകാശമുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ആ അടിമ ഒരു പ്രവചനമുണ്ട്, പുറപ്പാട് പുസ്തകത്തിലുണ്ട്, സംഖ്യാപുസ്തകത്തിൽ, ലേവ്യാപുസ്തകം, ഞാൻ അതിനെ വിവരിക്കുന്നില്ല. അടിമയോടുള്ള ബന്ധത്തിലുള്ള നിയമം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം അവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ പൗലൂസ് കത്തെഴുതി ആ കാരാഗ്രഹത്തിൽ നിന്നും ഒനോസിമോസിനെ ഫിലോമോന്റെ വീട്ടിലേക്ക് വിടുക. നോക്കിക്കോണം, ദൈവത്തിന്റെ പ്രവൃത്തി അന്വേഷിച്ചാൽ, ചിന്തിച്ചാൽ, ദർശിച്ചാൽ, അടയപ്പെട്ടതും പിടിക്കപ്പെട്ടതും ആരെലിയ കള്ളനാണെങ്കിലും ശരി, ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും ശരി, ഇതിനകത്ത് അവനെ ഒടിച്ചു മടക്കി യേശുവാരെന്ന് വെളിപ്പെടുത്തും. കാരണം ഇവൻ കൂട്ടായ്മ കണ്ടതാ, ഫിലോമോന്റെ വീട്ടിലെ ആരാധന കണ്ടതാ, അനേക വിടുതൽ കണ്ടതാ. വിടുതൽ കണ്ടവൻ അവന്റെ മനസ്സിൽ പ്രവർത്തിച്ച കള്ളത്തരം അവനെ പിടിച്ച് പിശാച് കൊണ്ടുപോയപ്പോൾ മറുവശത്ത് അവനെ തേടിയെത്തി ഇതിനകത്ത് കൊണ്ടുവന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെങ്കിൽ ചിന്ത, അന്വേഷണം, ദർശനത്തിനകത്ത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര് മുട്ടുമടക്കിയ നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിക്കാൻ പോകുക. ഈ പ്രേ ഫെലോഷിപ്പിൽ ചിലത് ചെയ്യാൻ പോകുക. നയാഗ്ര പട്ടണത്തിലെ നമ്മുടെ NBC സഭയ്ക്കകത്ത് ചില മിറക്കിൾ നടക്കാൻ പോകുക. സഭയുടെ സ്ഥിതി മാറ്റം വരുത്താൻ പോകുക. വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വലിയ പ്രവൃത്തി ദൈവം ചെയ്യാൻ. കൊലസ്യ സഭയെ കുറിച്ച് പഠിച്ചാൽ തീരത്തില്ല. അത്ര വലിയ ഈടിച്ച കാര്യങ്ങളായിരുന്നു. ആ ഫിലോമോന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ കത്ത് വായിച്ചപ്പോൾ ഒനോസിപ്പെ, നിനക്ക് ഭാരമായി തീർന്നു ഒനോസിമോസ്, ഇനി നിന്നെ തണുപ്പിക്കുന്നവൻ. അങ്ങനെ കൊലസ്യ സഭയിലെ സഹശുശ്രൂഷകനായി വലിയ കർത്താവിന്റെ വേലയിൽ പ്രയോജനമുള്ളവനായി തീർന്നു. അപ്പോൾ ഏത് വിധനെയും ഏത് ജീവിതത്തെയും വെട്ടിയെടുത്ത് അകത്താക്കി ആത്മാവിന്റെ ഫലത്തെ വെളിപ്പെടുത്തുന്ന അന്വേഷണം, ചിന്ത, ദർശനം, അത് പ്രവൃത്തിയാൽ. അതാ 17-ാം വാക്യം വായിച്ചത്. ക്രിയാലോ അവിടെ വായിക്കുന്നു, 17-ാം വാക്യം വായിക്കുന്നു. ഹല്ലേലൂയ. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയം വരും. നീ ഓരോന്ന് കണ്ണുകൊണ്ട് കാണാൻ പോകുക, വിടുതൽ അറിയാൻ പോകുക. ഈ പ്ലാറ്റ്ഫോമിൽ ചില വിടുതൽ നടക്കാൻ പോവുക. നോക്കിക്കോ, ഈ 6 മാസത്തിനുള്ളിൽ ഈ പ്ലാറ്റ്ഫോമിൽ വലിയ മിറക്കിൾ നടക്കാൻ പോവുക. ഈ പ്രവർത്തനത്തിൽ വിടുതൽ നടക്കാൻ പോവുക. NBC സഭയ്ക്കകത്ത് വലിയ മാറ്റങ്ങൾ നടക്കാൻ പോവുക. പലരെ ഉണർത്താൻ പോവുക. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ പല തലമുറ നഷ്ടപ്പെട്ടു പോകുന്നു. ഗർഭിണിയാകുമ്പോൾ 1 മാസം 2 മാസം കഴിയും പോകുന്നു. ഞാനിങ്ങനെ രാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ഈ പട്ടണത്തിന്റെ ഇരിപ്പ് നല്ലതാ, ഇവിടെ ഗർഭനാശമുണ്ട്, പല മേൽച്ചതയുണ്ട്, പാപമുണ്ട്. ഈ പാപത്തിന്റെ ശക്തി ദൈവത്തെങ്കിലേക്ക് നിലനിൽക്കുന്ന ജീവിതങ്ങളുടെ വളർന്നു വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ശക്തികൾ അവിടെയാണ് ഉപ്പിട്ട് തളിയെ എലീശ ഇട്ടത്. ഗർഭനാശം മാറ്റി, വെള്ളം നല്ലതായി. അങ്ങനെയെങ്കിൽ ഒരു ഉണർവ് നയാഗര പട്ടണത്തിൽ വെളിപ്പെടാൻ പോവുക. വിശ്വസിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? ദർശിക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആരിൽ പ്ലാറ്റ്ഫോമിൽ കൂടി വന്ന ഓരോ വ്യക്തികളോടും ആത്മാവ് വാദിക്കുക. ദൈവത്തിന്റെ കൃപ നീ ഏറ്റെടുക്കുക, ശക്തി സംഭരിക്കുക. നിന്റെ വീട്ടിൽ രാത്രിയുടെ യാമത്തിൽ മധ്യസമയത്ത് നീ 12 മണിക്ക് അലാറം വെച്ച് 5 മിനിറ്റ് മതി. നീ ക്ഷീണമായിരിക്കും, ജോലി കഴിഞ്ഞു, വാഹനം ഓടിച്ചു, വളരെ അധ്വാനമായി. ഈ ശരീരം ദൈവത്തിന്റെ. പിന്നെ നീ ക്ഷീണം എന്തിനാ കിടക്കുന്നത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കള്ളന്മാരാനുള്ള ആപത്ത്, പട്ടണത്താനുള്ള ആപത്ത്, സ്വന്തം സഹോദരന്മാരുടെ ആപത്ത്, അല്ലെ കടലിലെ ആപത്ത്, പട്ടിണി, ഒന്നുകൂടെ 5 40 അടി 5 വട്ടം കൊണ്ടു, പോരിലേനടി, പലവട്ടം കല്ലേറ് കൊണ്ട് മരിച്ചു വീണു. എന്നിട്ടും ആ പൗലൂസിന്റെ ശരീരം, ഞാൻ ചോദിക്കുക, പൗലൂസിന്റെ ശരീരം ഇന്ന് സ്കാൻ ചെയ്താൽ കേടില്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? അസ്ഥിക്ക് ഏറുകൊള്ളാത്ത സ്ഥലമുണ്ടോ? ആ പൗലൂസ് പറയുക, പല ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും യേശുവിനെ എന്തായാലും ഉയർത്താവോ. യേശുവിന് പോരാത്ത
ഇല്ലാത്തത് ഞാൻ ചൂടടയാളമായിട്ട് ശരീരത്ത് വയ്ക്കുവാൻ. ഇങ്ങനെയുള്ള ദർശനം പൗലോസിന് കൊടുത്തെങ്കിൽ ഈ ചൂടടയാളം വഹിക്കുന്ന നമ്മളെ ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ നമുക്കിവിടെ ഉയർച്ചയോ അനുഗ്രഹമോ ഒന്നുമില്ല. ശുശ്രൂഷകന്മാർക്കൊരു നടപടിയുണ്ട്, വിശ്വാസികൾക്കൊരു നടപടിയുണ്ട്, ആ ദൈവസഭയോട് പ്രവർത്തിക്കുന്ന ഒരു നടപടിയുണ്ട്. അതെല്ലാം ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നിർവർത്താന്തത്തിൽ പറയുന്നുണ്ട്. ശലോമോൻ ദേവാലയം പണിത് പ്രാർത്ഥിച്ച് വേർതിരിച്ചപ്പോൾ സഭയെക്കുറിച്ചും ആലയത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ ശലോമോൻ പറയുന്നുണ്ട്. ഇതെല്ലാം നാം ദൈവവചനത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കനുസരിച്ച് വചനം മനസ്സിലാക്കി വിട്ടുകൊടുത്താൽ, 1 അന്വേഷണം, 2 ചിന്ത, 3 ദർശനം. ഈ ദർശനത്തിനൊത്തവണ്ണം വന്നാൽ വാവേ, പെരുന്നാൾ, ക്രിസ്തുമസ് വരാൻ പോവുക, ഇനി ഏപ്രിൽ മാസം ഈസ്റ്റർ വരാൻ പോവുക. സ്വത്രം 1-ാം തീയതി രാവിലെ എഴുന്നേറ്റ് കണി കാണുന്നത്, ഇതെല്ലാം വലിവിധമാകുന്ന ദുരാചാരങ്ങൾ. എന്റെ ഒത്തിരി ഭാവമുണ്ട്. ഞാൻ എപ്പബ്രാസിന്റെ പ്രാർത്ഥനാഭാവത്തിലേക്ക് കിടക്കുന്നില്ല. വളരെ വിഷയങ്ങളിലേക്ക് ഇന്ന് രാത്രി വിട്ടുകൊടുക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വന്നപ്പം ചെയ്തു, ഞാൻ ശുശ്രൂഷയിൽ എങ്ങനെ മുന്നേറും, ഞാൻ ഈ വീടിനകത്ത് ഒതുങ്ങുമല്ലോ, എങ്ങനെയാ കർത്താവ്, ഭയങ്കര തണുപ്പാ, മഞ്ഞ, ഭാരപ്പെട്ടു. ഒറ്റയാഴ്ച കൊണ്ട് മറുപടി തന്നു. എനിക്ക് ഈ ടീമിൻ്റെ അകത്തോട് കയറി. എനിക്ക് ഇവിടെ നാട്ടിലുണ്ട് RPF എന്ന് പറഞ്ഞാൽ രായമംഗലം പഞ്ചായത്ത് ഫെലോഷിപ്പ്, രായമംഗലം പഞ്ചായത്തിലുള്ള ദൈവദാസന്മാർ കൂടിയുള്ള ഔട്ട്റീച്ച് പ്രവർത്തനമുണ്ട്. കൂടാതെ ഉണ്ട് ശാലോ മിനിസ്ട്രി. ഞങ്ങൾക്ക് 2 മിനിസ്ട്രി ഉണ്ട്. ഇതിനകത്തെല്ലാം ഞങ്ങൾ പ്രവർത്തിക്കുക. എന്നിട്ട് സഭയുടെ പ്രവർത്തനം, കൂടാതെ പരസ്യമോ, കൂടാതെ ഉപവാസ പ്രാർത്ഥന, ഏകപ്പെട്ട ഞങ്ങളെ, ഇത് ഞാൻ വിശ്രമമില്ലാത്ത വേലയാ. 24 മണിക്കൂറും. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിൽ ഇന്റർവെൽ ഇല്ലാത്ത വേലയാ. മരണം വരെ വിശ്വസനായിരിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരിക, നിഴലിടുക. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരിക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരിക. ഈ 2 ശക്തിയുടെ യോജിക്കുമ്പോൾ നിനക്കൊരു വിശുദ്ധ പ്രജ നിന്റെ ഉദരത്തിൽ വെളിപ്പെടുക. മറിയ പറഞ്ഞപ്പോ മറിയ പറയും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെന്ന് പറയുമ്പോൾ ആ സമയം യേശു ക്രിസ്തു ഗർഭപാത്രത്തിലായി മറിയയുടെ. ഒന്ന് ചിന്തിച്ചേ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി, ഞാൻ എന്റെ വാക്കുകൾ സമയം പോകുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി ചിന്തിക്കുവാൻ കഴിയുന്നില്ല. ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. പ്രത്യേകമായ ഒരു മീറ്റിംഗ് രാത്രി വിളിച്ചത്. ഞാൻ സമയം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. എന്നാൽ എന്നെ പെട്ടെന്ന് ക്രമീകരിച്ചു. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുക. തന്റെ അനുഭവം പറയട്ടെ. ഒരു കാലഘട്ടങ്ങളിൽ നിഴൽ തട്ടി സൗഖ്യം പ്രാപിച്ച എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഓരോ അത്ഭുത, ഓരോ മൃഗങ്ങൾ. അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു കൃപ കൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കും. ദൈവം കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാര്യയാണെങ്കിലും ശരി, മക്കളാണ് ശരി, മക്കളോടും ഞാൻ പറയും, ശരിക്കും പറയും. മക്കളുടെ ഇഷ്ടത്തിന് എന്നെ കിട്ടത്തില്ല, എന്റെ ഇഷ്ടത്തിന് മക്കളെയും കിട്ടത്തില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിന് എന്നെയും മക്കളെയും കിട്ടണം. ആമേൻ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇരുവാത്തലയുള്ള വാളാ. ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാ. പ്രാണനെയും ആത്മാവിനെയും സന്ധിപതികളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതാ. അതുകൊണ്ട് രോഗശാന്തി, മനസ്സിലായോ? വിടുതൽ, ദൈവശക്തി തുളച്ചു ചെല്ലുന്ന, അത് ശരീരത്തോടെ പാസ് ചെയ്യും. നഴ്സുമാർക്കറിയാം, കുത്തിവെച്ച് മരുന്ന് നേരത്ത് കയറുമ്പോൾ ശരീരത്തിൽ മുഴുവൻ പാസ് ചെയ്യും. ക്ഷീണിച്ചിരിക്കുമ്പോൾ ഗ്ലൂക്കോസ് കുത്തുമ്പോൾ 1 മണിക്കൂർ ക്ഷീണം മാറും. അങ്ങനെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിന് കൊടുത്താൽ നിന്റെ ശരീരം ബലപ്പെടുകേനെ. ഒന്ന് അന്വേഷിക്കുക, ഒന്ന് ചിന്തിക്കുക, ദർശിക്കുക. നിങ്ങളുടെ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ, 1 കർത്താവിനോടുള്ള ബന്ധത്തിൽ, 2 പ്രവൃത്തിയാലുള്ള ബന്ധത്തിൽ, അത് ഞാൻ പറഞ്ഞു, 3 വ്യക്തിപരമായ ബന്ധത്തിൽ. വേർപാട് മരിപ്പിക്കേണ്ടത് എന്ത് ചെയ്യണം? മരിപ്പിക്കണം. മാറ്റിവെക്കേണ്ടതെല്ലാം എന്ത് ചെയ്യണം? മാറ്റിവെക്കണം. ഏത് കാര്യം എത്ര ഒരു നൈറ്റ് ഡ്യൂട്ടി ചെയ്താലും 10 മണിക്ക് ആരാധനയാണ്, നൈറ്റ് ഡ്യൂട്ടിയെ ഞാൻ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞിരിക്കരുത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേച്ച് 2 മണിക്കൂർ അലാറം വെച്ചേച്ച് ഒന്ന് പൊക്കെ, നീ ആളാരാന്ന് പിന്നെ അറിയാം. നമ്മുടെ ഇഷ്ടത്തിന് റൂട്ടെ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഇഷ്ടപ്പെട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. കർത്താവിന്റെ വേല ശുശ്രൂഷയാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം. അപ്പൊ യോബ് പറഞ്ഞു, ഞാൻ ആരുടെ മുഖം നോക്കത്തില്ല, മുഖസ്തുതി പറയില്ല. മുഖസ്തുതി പറഞ്ഞ പാപം ചെയ്യുക, ആരുടെയും പക്ഷം ചെയ്യല. കൊരിന്ത്യലേഖനം പറയുന്നു, പൗലോസിന്റെ പക്ഷക്കാരനോ കേഫാവിന്റെ പക്ഷക്കാരനോ ബർന്നബാസ് അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനോ പക്ഷമൊന്നുമില്ല. പക്ഷം യേശു ക്രിസ്തുവാ. ഞാൻ യേശുവിന്റെ പക്ഷക്കാരനാ. ആരെയും അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്, ദർശിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ 1 കർത്താവിനോടുള്ള ബന്ധത്തിൽ, 2 പ്രവൃത്തിയാലുള്ള ബന്ധത്തിൽ, 3 വ്യക്തിപരമായ ബന്ധത്തിൽ. അതാണ് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധം. ഉരിയേണ്ടതല്ല, ഉരിയണം. ചിലരിങ്ങനെ ചൂടാൻ, എന്റെ പഴയ സ്വഭാവമാണ്, ഞാൻ കാണിച്ചു തരാം. എന്റെ പഴയ പരിപാടി. അപ്പൊ പഴയ കുറെ കിടപ്പുണ്ട്. ഇത് കിടക്കുന്നിടത്തോളം കാലം ആത്മാവ് വെളിപ്പെടുവോ? ഇല്ല.
ആ ദൈവത്തിന്റെ കൃപ, അതിന് ഞാൻ ആ വാക്യൊന്നും വായിക്കുന്നില്ല. ഹല്ലേലൂയ 5 മുതൽ ഹല്ലേലൂയ 10, 11 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെതായ കാര്യാദികളെല്ലാം ചിട്ടയോടെ പൗലോസ് എഴുതി വെച്ചിരിക്കുക. കാരണം ദുരുപദേശം കെറ്റി വിശ്വാസത്തെയും ശുശ്രൂഷകന്മാരെ ഇട്ടുഴയ്ക്കുന്ന ശക്തിയെ കണ്ടിട്ട് ചൂട് പിടിച്ച പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതി കൊടുത്തുകൊണ്ട് അതിനെ അട്ടിമറിച്ചുകൊണ്ട് അതിന്റെ അടിത്തറ വെട്ടിക്കളയുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയായി ലേഖനത്തിൽ കിടക്കുന്നത്. ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു എന്ന് വിശ്വാസത്തിനെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, വിളിക്കെതിരെ കൂട്ടുധരിക്കുന്ന ചില ശക്തിയുടെ അടിത്തറ ഇളകട്ടെ. ചില മണ്ഡലങ്ങളിൽ ക്രിയ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നിന്റെ അധികാരത്തിന്റെ പവർ കടന്നു ചെല്ലട്ടെ കർത്താവേ. കർത്താവിന്റെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. ഞങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിക്കുക. ഓ കൃപയാവരിക്കട്ടെ കർത്താവേ. അവിടെ പറയുകയാണ് ഹല്ലേലൂയ, കർത്താവിനോടുള്ള ബന്ധത്തിൽ, ഹല്ലേലൂയ ആ പ്രവൃത്തിയാലുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ബന്ധത്തിൽ, ഹല്ലേലൂയ അടുത്തത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഞാനെല്ലാം ഒന്നും വിവരിക്കുന്നില്ല, സമയം പോരാ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അത് 4-ാമത്തെ 1 മുതൽ അതിനകത്ത് പപ്പറാസ് കയറിയിരിക്കുന്നത്. എനിക്ക് ബന്ധം ഒരു വിഷയം ഉണ്ടായാലും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം, മുട്ടുമടക്കണം, വെളിപ്പാട് ചോദിക്കണം. എന്താ കർത്താവ് ഇങ്ങനെ വരാൻ കാരണം? മുട്ടുമടക്കുമ്പോൾ ദൈവം വെളിപ്പാട് തരും. കുറവാണെങ്കിൽ വെളിപ്പെടും, പാപമാണെങ്കിൽ വെളിപ്പെടും. ഇല്ലെങ്കിൽ മരുന്ന് മേടിക്കേണ്ടതാണ് വിളിക്കുക. എല്ലാത്തിനും മരുന്ന് വേണ്ട, പിശാചി രോഗം കൊണ്ടുവരും, അത് അഴിച്ചുവിടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ ദൈവം നിന്നെ ഉണർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഉറ്റിരിക്കണം, ജാഗരിക്കണം. ജാഗരണ പ്രാർത്ഥന ഉണ്ടല്ലോ. നമ്മളവർക്ക് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? യേശു രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന കഴിച്ചാ പകരം ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോസ്തലന്മാരും അതെ. 6-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങളോ ദൈവജന യാത്ര പ്രാർത്ഥനയിലും എന്ത് ചെയ്യാം? ഉറ്റിരിക്കാം. നിങ്ങളോ പോയി കർത്താവിനെ വേല ചെയ്യാം. അത് നമ്മുടെ നയഗ്ര സമയം നടക്കുന്നുണ്ട്. നിങ്ങളുടെ സഹോദരന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു, മാനിക്കുന്നു. നിങ്ങളുടെ നല്ല ദർശനത്തെ ഞാൻ ആദരിക്കുന്നു. ദൈവം നിങ്ങളെ ഉയർത്തും, മാനിക്കും. ഹല്ലേലൂയ. ഞാൻ പണ്ട് കാലങ്ങളിൽ 85, 86 ഒക്കെ കാലങ്ങളിൽ ഏറ്റുപ്രസംഗം, അന്ന് മൈക്കില്ല. 86, 87 KPN ഇവിടെ ഒരു ഹാൻഡ് മൈക്ക് ഇങ്ങനെ കയ്യെ പിടിച്ച് കിട്ടുന്നത്, അറിയാമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ 5000 രൂപയുടെ ഒരു ഹാൻഡ് മൈക്ക് കിട്ടിയത്. സ്വോത്രം. ഹല്ലേലൂയ. പിന്നെ ഫോണിനകത്ത് പാട്ട് വെച്ച് പാട്ട് കേൾപ്പിച്ചു പിന്നെ പ്രസംഗിക്കും. ഏതെല്ലാം രീതി ശുശ്രൂഷ ചെയ്താ ഇത്രത്തോളം വന്നത്. ഇന്നും മടുപ്പല്ല, ഒരു മടുപ്പും ഇല്ല. സ്വോത്രം. കാലേബിനെ പോലെ ആരോഗ്യം ബലമുണ്ട്, ആത്മാവിന്റെ ബല, മണ്ണിന്റെ ശരീരത്തിന് ബലമൊന്നുമില്ല കേട്ടോ. സ്വോത്രം. അതുകൊണ്ട് കൃപയാൽ ശക്തിപ്പെട്ട് വിശ്വാസത്തിന്റെ ശക്തി സംഭരിച്ചാൽ അത് അനുഗ്രഹമാകും. അന്നത്തെ പോലെ തന്നെ ഉള്ളൂ, ഒരു സമ്പാദ്യവും ഇല്ല. ആ 3 കുഞ്ഞുങ്ങൾ അവർ കൊടുത്ത സമ്പത്തേ ഉള്ളൂ. എനിക്ക് വേദവസവും അതിൻ്റെ അനുഗ്രഹമുള്ളൂ. സ്വോത്രം. കാരണം അങ്ങനെ ആ ദൈവം എനിക്ക് അങ്ങനെ കൃപ തന്നിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് ഒരു ഭാരവും ഇല്ല, പ്രയാസവും ഇല്ല. ഒന്നുള്ളത് കൊണ്ട് നടത്തുന്ന ആളുകളുണ്ട്, ചെയ്യും. അതൊരു പ്രത്യേക ഒരു ദൈവം കൃപ തന്നിരിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കും, അതിനാ കർത്താവ് നീ എന്തിനാ അതൊക്കെ ചിന്തിക്കുന്നത് എന്നോട് ഇങ്ങോട്ട് പറയും. അപ്പോൾ ദൈവത്തിന്റെ കൃപാവരങ്ങളിൽ നാം ശക്തിപ്പെട്ട് ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ. അതുകൊണ്ട് അവിടെ ദൈവവചനം വായിച്ചു. അവിടെ വായിക്കുന്ന വാക്യത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥനയെ നീ ഉറ്റിരിക്കണം. പ്രാർത്ഥന കുറയ്ക്കരുത്. ഈ പ്ലാറ്റ്ഫോമിലൊക്കെ കയറിക്കും, എല്ലാവരും കയറിക്കും, അനുഗ്രഹമാണ്. കൂടുതൽ പ്രാർത്ഥിച്ചില്ലേലും അതിനകത്ത് ഭാഗമാക്കാകുന്നതന്നെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം കേൾക്കണം. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ അവർ എവിടെയാ ടൊറോണ്ടോ കഴിഞ്ഞ ആഴ്ച ഞാൻ പോകാൻ ആഗ്രഹിച്ചു. പിന്നെ പ്രാർത്ഥന നടത്തിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അവർ പിന്നീട് വിളിച്ച് ഞായറാഴ്ച വിളിച്ചാൽ പറയും, ഭാഷ 2-ആഴ്ച ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഒരു അനുഗ്രഹമാണ്. കാരണം കഴിഞ്ഞ നാളിലൊക്കെ ശുശ്രൂഷ അനുഭവിച്ചത് അവരുടെ സന്തോഷം അറിയാം. എന്നാലും ഞാൻ അതുകൊണ്ട് അങ്ങനെ കേട്ടോണ്ട് ഞാൻ കൂടി പോകത്തില്ല. സ്വോത്രം. എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് ദൈവം തരുന്നത്. അതുകൊണ്ട് ദൈവത്തെ നാം ചിന്തിക്കണം, അന്വേഷിക്കണം, ദർശിക്കണം. ദൈവത്തിന്റെ വചനത്തിനത്തോടെ നാം മുന്നിട്ടിറങ്ങിയാൽ കർത്താവ് നിന്നെ മാനിക്കും. എല്ലാത്തിനും സഭയിൽ വന്നാൽ അതുപോലെ താണിരിക്കുക. ഏത് സഭയിൽ വന്നാൽ ആ സഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. അതെന്റെ എന്നെ പഠിപ്പിച്ച പിതാക്കന്മാർ പഠിപ്പിച്ച ഒരു തത്വം. അത് ഇന്നും ഞാൻ അനുഷ്ഠിക്കുക. ദൈവത്തിന്റെ കൃപ നാം വെളിപ്പെടുത്തിയാൽ അവിടെ കർത്താവ് നമ്മളെ മാനിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയിലുള്ള ബന്ധത്തിൽ അത് വെളിപ്പെടുത്തുന്നത് പ്രാർത്ഥന ജാഗരിക്കണം. അടുത്തത് വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിപ്പിക്കണമെങ്കിൽ ദൈവവചന ധ്യാനം ജീവിതത്തിനുണ്ടായിരിക്കണം. രണ്ടാമത് ഹല്ലേലൂയ ഉപവാസവും പ്രാർത്ഥനയും ജീവിതത്തിനുണ്ടായിരിക്കണം. മൂന്നാമത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യാദികൾ ഇടപെടാതെയും വചനപ്രകാരമുള്ള കാര്യത്തിന് മുൻതൂക്കം കൊടുത്ത് ദൈവഹിതമെങ്കിൽ അതിൻ്റെതായ ആലോചന വെച്ച് വെളിപ്പാടിൽ വഹിക്കുമ്പോൾ അത് പടിപടിയായി നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കും. വിശ്വാസം വർദ്ധിച്ച നീ ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് ശതാധിപനും ഹല്ലേലൂയ ഒക്കെ പറഞ്ഞു, രാജഭൃത്തിനൊക്കെ പറഞ്ഞു, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. രാജഭൃത്യൻ പറഞ്ഞു, ഹല്ലേലൂയ എന്റെ മരിക്കുമെന്ന്
പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്നത്ര? ഇല്ല എന്റെ മകൻ. അപ്പൊ കർത്താവ് പറയുക, ഹല്ലേലൂയ, നിന്റെ മകൻ ജീവിച്ചിരിക്കുക. അവർ യാത്ര ചെയ്തപ്പോ വീട്ടിൽ നിന്ന് ആൾക്കാർ വരിക, മകൻ ജീവിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഹൃദയത്തിൽ കൂടി നമുക്ക് വെളിപ്പെടുത്തുവാനുള്ള അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസും പൗലും ഒക്കെ ഹല്ലേലൂയ ഒക്കെ വായിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഓരോ രീതിയിൽ കൂടി നാം അത് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി ചില മണ്ഡലങ്ങളിൽ ക്രിയ ചെയ്യാൻ പോവുക. ഞാൻ ഈ പറഞ്ഞ ഭാഗത്തിലേക്കൊന്നും എനിക്ക് കിടക്കാൻ ഒത്തിട്ടില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ ഒരു വിഷയം തന്നെ 12 കൂട്ടം കാര്യമാണ് ഞാൻ എഴുതി വെച്ച് പഠിക്കുന്നത്. ആ 12 കൂട്ടം കാര്യങ്ങളിൽ ആറാമത്തെ കാര്യത്തിലേക്കേ വന്നുള്ളൂ, വിശ്വാസത്തോടെ. ഞാൻ അതുകൊണ്ട് അങ്ങ് നിർത്തുക. 7ാമത്തെ ഒരു കാര്യമുണ്ട്, പൊതുവായ ബന്ധത്തിൽ പരിജ്ഞാനം പ്രാപിച്ച് സഭയോടുള്ള ബന്ധത്തിൽ, മറ്റുള്ള പുറത്തോടുള്ള ബന്ധത്തിൽ ഒക്കെ ഓരോ കാര്യങ്ങൾ ആത്മീയമായ രീതിയിൽ നാം വളർച്ച പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരങ്ങളിൽ നാം ഏൽപ്പിച്ചാൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. ഞാൻ 9:5 ഞാൻ എന്റെ വാക്കുകൂടെ നിർത്തുകയാണ്. അതുകൊണ്ട് അവിടെ വായിച്ച വാക്യം, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ഈ ശരീരം മാറാൻ പോവുക, 1000 ആണ്ട് വാഴ്ച വരാൻ പോവുക. യേശു ക്രിസ്തു മധ്യാകാശത്ത് വരുമ്പോ, മധ്യാകാശം സാത്താന്റെ തലസ്ഥാനമാണ്. അവിടുന്ന് അവനെ വെട്ടി താഴെ ഇടുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലും. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു മണവാളനാ, മണവാട്ടിയായ നമ്മെ വേളി കഴിക്കും. വേളി കഴിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം നമ്മൾ മധ്യാകാശത്തിൽ. അതുകൊണ്ട് മണിപ്പന്തലം ഒക്കെ ഒത്തിരി ഉണ്ട്. അവിടെ നമ്മൾ കർത്താവിനോട് കൂടെ, അവിടെയാണ് പ്രതിഫലവും ഓഹരിയൊക്കെ കൊടുത്തിട്ടാണ് പിതാവിന്റെ കയ്യിൽ പുത്രൻ ഈ സഭയെ ഏൽപ്പിക്കുന്നത്. സഭയെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ 3.5 വർഷം കഴിയുമ്പോൾ ഏലിയാവും മോശയൊക്കെ ഇവിടെ മരിച്ച് തെരുവിധി കിടക്കുന്ന ഇവിടെയുള്ളവരെല്ലാരും കാണും. പിന്നെയാ മഹോദ്രവം കടന്നു വരുന്നത്. അന്ന് ഇസ്രയേലിന്റെ മേൽ 12 ഗോത്രങ്ങളെയും ദൈവം സൂക്ഷിക്കും. സൂക്ഷിക്കുന്ന സമയത്ത് 3.5 വർഷങ്ങൾ, 7 വർഷം കഴിയുമ്പോൾ പിതാവായ ദൈവം തന്റെ സഭയെയും തന്റെ പുത്രനെയും ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഒലിവുമല 2ആയിട്ട് പിളരും. വടക്കുന്ന കിഴക്കോട്ട് കിഴക്കുന്ന പടിഞ്ഞാട്ട് പിളരും. ആ ഒരു പുതിയ സമതലം അവിടെ വന്ന് കാലുകുത്തും. നമ്മൾ ഏത് രാജ്യത്താന്ന് ചെല്ലുന്നത് അറിയാനൊക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഇവിടെ ആയിരിക്കും, ചില അമേരിക്കയിലായിരിക്കും, ചിലപ്പം ചൈനയിലായിരിക്കും. ദൈവം അന്ന് അയക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ അന്ന് പെരുന്നാൾ നടക്കും. എല്ലാവരും എല്ലാ രാജ്യത്തിന് എല്ലാ വർഷവും പെരുന്നാൾ വരുന്നവർക്ക് വരാത്തവർക്ക് മഴയില്ലെന്ന ഓരോ കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ചിന്തിച്ചും ദർശിച്ചും അന്വേഷിച്ചും കർത്താവിന്റെ തേജസ്സിൽ വെളിപ്പെടുന്ന ഒരു ശുഭദിനം മനസ്സിലാക്കി വേണം ഓരോ വിശ്വാസിയും ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ. അതുകൊണ്ട് കൊലോസ്യ സഭയുടെ അനാവശ്യമായി കയറി വന്ന ദുരുപദേശത്തെ അതിനെല്ലാം വെട്ടിമാറ്റുന്ന ഒരു ദൂതുവാഹിയായി ലേഖനം എഴുതി പൗലോസ് അയച്ചു കൊടുത്ത സഭയുടെ മേൽ വായിച്ചു കേൾപ്പിച്ച്, മറ്റു സഭകളുടെ മേൽ വായിച്ചു കേൾപ്പിച്ച് കർത്താവിന് വേണ്ടി വഴികളെ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ ശക്തി ചില മണ്ഡലങ്ങളിലും സഭയ്ക്കും സഭയുടെ വളർച്ചയ്ക്കും ഓരോ വിശ്വാസിയുടെ നിലനിൽപ്പിന്റെ ശക്തിയായി പ്രവചിക്കട്ടെ, വെളിപ്പെടട്ടെ, ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ജനുവരി 2-ാം തീയതി ഇവിടെ വന്നു, ഫെബ്രുവരി അവസാനം പോകണമെന്ന്. എന്നാൽ ഇത്ര കൂടെ നീട്ടി കിട്ടിയതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെയും ദൈവത്തിന്റെ ഇഷ്ടം പോലെ ദൈവം അയച്ചാൽ വരണം എന്നുള്ള കാര്യങ്ങളിൽ സ്വത്രം എല്ലാം ഓരോന്ന് 5-6 മാസം കിട്ടി 1 വർഷം നിൽക്കണ്ടേ, അതല്ല. ഞാൻ നാട്ടിലെ സഭയുണ്ട്, ഓരോരുത്തരെ ഏൽപ്പിച്ചു. ചില വിഷയത്തിന് വിടുതലുണ്ട്. ചില 2 മെന്റലായിരിക്കുന്ന ഒരാളെ സൗഖ്യം പ്രാപിച്ചു, 7 വർഷം മെന്റലായി ദൈവം സൗഖ്യം കൊടുത്തു. അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. കുഞ്ഞിന് മൊബൈലിന് എഡിറ്ററായിട്ട് ഒരു കുഞ്ഞുണ്ട്, +2 പഠിക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഇട്ടേച്ച് വന്ന് എനിക്ക് ഇവിടെ ഇരിക്കുന്ന സ്വസ്ഥതയില്ല. സഹോദരം, ആത്മഭാരം ഇവിടെയുണ്ട്. ആത്മഭാരം ഇവിടെ എനിക്ക് വിഷയം തന്നിരിക്കുക, എന്റെ വിഷയം ഏറ്റെടുക്കണം. അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ പല കെട്ടും പൊട്ടും ചില കൂടെ ഇളകിയാൽ നീ ദേശത്തിന്റെ 4 ദിക്കിലും പാസ് ചെയ്യുന്ന ഒരു ദൂതുവാഹിയായി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, 3 മക്കൾക്ക്, കൊച്ചുമക്കൾക്ക് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടേണ്ടതിനായി, ദൈവത്തിന്റെ വചനപ്രകാരം നിലനിൽക്കേണ്ടതിനായി നീ എബനേസർ ഔട്ട്റീച്ച് പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹപ്പെട്ട അവകാശികളായി ഇതിനു മുമ്പ് നിൽക്കുന്ന അകരട്ടെ നയാഗര സഭയിലെ ബിനു പാസ്റ്റർ കുടുംബം ചേർന്ന് പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാരെ, സഭയുടെ ഓരോ പ്രസ്ബിറ്റി അംഗങ്ങൾക്കും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ. ഇതിൽ കൂടി പല കെട്ടും പൊട്ടട്ടെ, ചിലരെല്ലാം പുറത്തു വരട്ടെ, ചിലരെല്ലാം കർത്താവിനെ നേടുവാൻ ചിന്തിച്ചും അന്വേഷിച്ചും ദർശിച്ചും
കർത്താവിന്റെ വേലയിൽ വർദ്ധിക്കുവാൻ കള്ളനായിരിക്കുന്ന ഒനേസിമിനസിനെ വീട്ടിൽ കള്ളനാക്കി കാരാഗ്രഹത്തിലാക്കിയെങ്കിൽ പിന്നീട് ആ വീട്ടിലുള്ളവരെ തണുപ്പിക്കുന്നവനാക്കി അവിടെയുള്ള സഭയുടെ സഹശുശ്രൂഷനാക്കി ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ എന്റെ യേശുവാരെ കോണാഹേ മറാഠി ഹിന്ദി സ്വത്രം യേശുവാരെ അവൻ ലോകരക്ഷകൻ. ഈ ദൈവത്തെ പോലെ ഒരു ദൈവം ആരുമില്ല. അവനുമായിട്ടാണ് നമുക്ക് കാര്യം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നന്ദിയും സ്നേഹവും പ്രതിയാൽ എബിബ്രതനോടും ആലേലിയ വിജയബ്രതനോടും കുടുംബത്തോടും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ ആരാധന ഉണ്ടല്ലോ, അനുഗ്രഹമാകട്ടെ. നന്ദി അറിയിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.